ദൈവജനമേ, ക്ഷമിക്കുക അത്ര എളുപ്പമല്ലെങ്കിലും അതാണ് യേശുവിൻ്റെ വഴിയും സത്യവും. കുരിശിൽ മരിക്കുന്ന നിമിഷത്തിൽ പോലും കർത്താവ് പറഞ്ഞു, അവരോട് ക്ഷമിക്കണമേ അപ്പാ, അവർ ചെയ്യുന്നത് അവർക്കറിയില്ല എന്ന്. ലൂക്ക 23:34. ക്ഷമിക്കുന്നത് മറ്റൊരാൾക്ക് വേണ്ടി മാത്രമല്ല, നമ്മുടെ ഹൃദയത്തിനും സമാധാനം നൽകുന്ന ഒരു അവസ്ഥാവിശേഷമായി അത് പരിണമിക്കുന്നു. വിദ്വേഷം പിടിച്ചു വയ്ക്കുമ്പോൾ അത് വിഷമയമായി നമ്മുടെ ആത്മാവിനെ തകർക്കുന്നു. എന്നാൽ നാം ക്ഷമിക്കുമ്പോൾ നമ്മൾ ദൈവത്തിൻ്റെ സ്വഭാവം അനുകരിക്കുകയും ദൈവകൃപയാൽ ദൈവസമാധാനത്തിൽ നിറയുകയും ചെയ്യുന്നു. ക്ഷമിക്കുക എന്നത് മറക്കുക എന്നതല്ല, ദൈവകരത്തിൽ ആ വേദന ഏൽപ്പിക്കുക എന്നതാണ്. നാം വേദനകളിൽ വിറങ്ങലിച്ച് നിൽക്കുമ്പോൾ ദൈവം ആ വേദനകളെ നമ്മുടെ അനുഗ്രഹമാക്കി മാറ്റും. ചിലപ്പോഴൊക്കെ ക്ഷമിക്കാനാകാത്ത പോലെ തോന്നിയെന്ന് വരാം. എന്നാൽ പ്രാർത്ഥിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് ആ വരദാനം നമ്മൾക്ക് നൽകുന്നു. എളിമയോടെ പ്രാർത്ഥിക്കണം എന്ന് മാത്രം. ക്ഷമിക്കുമ്പോൾ നമ്മുടെ ഹൃദയം ലഘുവാകുന്നു, ലൈറ്റാകുന്നു, മനസ്സ് ശാന്തമാകുന്നു. അത് ദൈവസ്നേഹത്തിൻ്റെ ഏറ്റവും മഹത്തായ ഒരു അടയാളവുമാണ്. കർത്താവായ യേശു പറഞ്ഞതുപോലെ, മറ്റുള്ളവരോട് ക്ഷമിച്ചാൽ മാത്രമേ പിതാവ് നമ്മോടും ക്ഷമിക്കുകയുള്ളൂ. മത്തായി 6:14. അതുകൊണ്ട് സഹോദരങ്ങളെ, ക്ഷമിക്കുക എന്നത് നമുക്ക് തന്നെ ലഭിക്കുന്ന ഒരു മോചനമാണ്. ആത്മാവിൻ്റെ സമാധാനം അതിൽ നിന്നാണ് ആരംഭിക്കുക. നമുക്ക് ഇന്ന് തന്നെ നമ്മോട് ക്ഷമിക്കാൻ, നമുക്ക് ക്ഷമിക്കാൻ ബുദ്ധിമുട്ടുന്ന ആളുകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. അപ്പോൾ ദൈവസ്നേഹം നമ്മുടെ ഉള്ളിൽ കൂടുതലായി തെളിയും.